വരാനിരിക്കുന്ന പ്രിലിമിനറി എക്സാമിന് ഉപയോഗപ്രദമാകുന്ന കുറച്ച് ബയോളജി പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 30ഓളം ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുൻപ് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഒന്നാമത്തെ ചോദ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. വാൾട്ടർ ജി റോസൻ. വർഷം 1985. ഇനി ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, ജൈവ വൈവിധ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 22-നാണ്. 2025 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ സന്ദേശം ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതാണ് 2025 ബയോഡൈവേഴ്സിറ്റി ദിനത്തിൻ്റെ തീം. രണ്ടാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏത്? ഒന്നാമത്തെ ജോഡി മ്യൂച്വലിസം, പൂവും പൂമ്പാറ്റയും. രണ്ടാമത്തെ ജോഡി കമൻസലിസം, മാവും മരവായയും. പരാതജീവനം, മാവും ഇത്തിൽ കണ്ണിയും. ഇത്തര എന്നല്ല, ഇത്തിൽ കണ്ണിയാണ്. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന എററാണ്. അപ്പോൾ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടിനും ഉപകാരപ്പെടുന്നതാണ് മ്യൂച്വലിസം. അപ്പോൾ പൂവും പൂമ്പാറ്റയും, അത് ശരിയാണ്. അടുത്തത് കമൻസലിസം, ഒന്നിന് ഗുണമോ ദോഷമോ ഉണ്ടാവില്ല. അതിന് ഉദാഹരണമാണ് മാവും മരവാഴയും. മരവാഴ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ്. അതൊരു എപ്പിഫൈറ്റ് ആണ്. അത് ആതിഥേയ സസ്യത്തിന് ഒരു ഗുണവും ഉണ്ടാക്കില്ല, ദോഷവും ഉണ്ടാക്കില്ല. അടുത്തത് പരാതജീവനം, ഒന്നിന് ഗുണവും മറ്റൊന്നിന് ദോഷവുമാകുന്നതാണ് പരാതജീവനം. ഉദാഹരണത്തിന് മാവും ഇത്തിൽ കണ്ണിയും. മാവിന് ദോഷം ചെയ്യുന്നതാണ് ഇത്തിൽ കണ്ണി. കാരണം ഇവ ജീവിക്കാൻ വേണ്ടി ലവണം, അതിനു വേണ്ടിയിട്ടുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്നായിരിക്കും. അടുത്ത ചോദ്യം, നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിങ്. സൈലന്റ് സ്പ്രിങ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് 1962-ലാണ്. ഈ ബുക്കിലെ റിപ്പോർട്ട് പ്രകാരമാണ് അമേരിക്ക കീടനാശിനിയായിട്ടുള്ള DDT 1972 നിരോധിച്ചത്. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. IUCNൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അടുത്ത ചോദ്യം, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നത് ഇൻസിറ്റ് കൺസർവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവുകളൊക്കെ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? പേപ്പാറ, പെരിയാർ, വയനാട്, ഇതൊക്കെ വന്യജീവി സങ്കേതങ്ങളാണ്. പേപ്പാറ, പെരിയാർ, വയനാട് ഇതൊക്കെ വന്യജീവി സങ്കേതങ്ങളാണ്. പേപ്പാറ തിരുവനന്തപുരം ജില്ലയിലാണ്. നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്? ഇരവിക്കുളം, സൈലന്റ് വാലി, ആനമുടി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇതൊക്കെയാണ് നാഷണൽ പാർക്ക്. ഇരവിക്കുളം, സൈലന്റ് വാലി, ആനമുടി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇരവിക്കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളമാണ്. പിന്നെ സൈലന്റ് വാലി എന്ന് പറയുന്നത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984-ലാണ് ഇത് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് കടലുണ്ടി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് ഈ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബയോസ്ഫിയർ റിസർവോ? നീലഗിരി, അഗസ്ത്യമല. ഏറ്റവും വിശാലമായത് അഗസ്ത്യമലയും ആദ്യത്തേത് നീലഗിരിയുമാണ്. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്വാഗ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ക്വാഗ. ക്വാഗ വംശനാശ ഭീഷണി നേരിട്ട് ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു വിഭാഗമാണ്. മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ് ഓൾറെഡി റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ക്വാഗയെ കൂടുതലായും കണ്ടിരുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തായിരുന്നു കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ. നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് WWF.
രണ്ടാമത്തെ പ്രസ്താവന ജീൻ ബാങ്കുകൾ ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഒന്നാമത്തേത് മാത്രമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇനി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ജീൻ ബാങ്കുകൾ എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ്. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകളൊക്കെ എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ്. ആർട്ടിഫിഷ്യലായി ജീവികളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായിട്ട് തയ്യാറാക്കുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് എക്സിറ്റ് കൺസർവേഷനുകൾ. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് IUCN. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. IUCN കോൺഗ്രസ് 2025 നടന്നത് അബുദാബിയിൽ വെച്ചായിരുന്നു. അടുത്ത ചോദ്യം, കുടിവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 മുതൽ 7.5 വരെയാണ് കുടിവെള്ളത്തിൻ്റെ pH മൂല്യം. സാധാരണ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. 7. pH സ്കെയിലിൽ 7ന് താഴെയുള്ളത് ആസിഡും 7ന് മുകളിലുള്ളത് ആൽക്കലി സ്വഭാവമുള്ളവയുമാണ്. അടുത്ത ചോദ്യം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തത് ഏതാണ്? ഡയറിയ, ടൈഫോയിഡ്, കോളറ, എയ്ഡ്സ്. ഇതിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തത് ഏതാണ്? എയ്ഡ്സ് ആണ്. ഡയറിയ, ടൈഫോയിഡ്, കോളറ ഇവയൊക്കെ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. 78.08% അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ അളവ്. രണ്ടാമത്തത് ഓക്സിജനാണ്. ഓക്സിജൻ്റെ അളവ് 20.95%. കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ആണ്. പിന്നെ മറ്റുള്ള വാതകങ്ങൾ ആർഗൺ പോലുള്ളവയൊക്കെ 1.07%. അടുത്ത ചോദ്യം, നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ്. പിന്നെ കൊണോററി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഹൃദയാഘാതമാണ്. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമാണ് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. ഇനി പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന രോഗമാണ്. പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ പ്രവർത്തന വൈകല്യമോ കൊണ്ടാണ് പ്രമേഹ രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, കന്നുകാലികളിലെ കുളമ്പു രോഗത്തിന് കാരണം. കന്നുകാലികളിലെ കുളമ്പു രോഗത്തിന് കാരണം വൈറസാണ്, പിക്കോർണ വൈറസ്. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നത് വൈറസുകളാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. അടുത്ത ചോദ്യം, കന്നുകാലികളിലെ അകിട് വീക്കം, ആന്ത്രാക്സ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണം ബാക്ടീരിയയാണ്. ബാക്ടീരിയ രോഗമാണ് അകിട് വീക്കം, ആന്ത്രാക്സ് തുടങ്ങിയവ. ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയ കാരണമാണ് ആന്ത്രാക്സ് രോഗം ഉണ്ടാകുന്നത്. വൂൾ സോർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് രോഗമാണ്. അടുത്ത ചോദ്യം, ദ്രുതവാട്ടം രോഗം ബാധിക്കുന്ന സസ്യം. കുരുമുളക്. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. ദ്രുതവാട്ടം ഒരു ഫംഗസ് രോഗമാണ്. ദ്രുതവാട്ടത്തിന് കാരണമാകുന്നത് ഫംഗസ് ആണ്. ഇനി തെങ്ങിന് സംഭവിക്കുന്ന ഒരു അസുഖമാണ് കൂമ്പ് ചീയൽ. അതിന് കാരണവും ഫംഗസ് ആണ്. പയറ്, മരച്ചീനി ഇവയിലാണ് മൊസൈക്ക് രോഗം കാണപ്പെടുന്നത്. അത് വൈറസ് രോഗമാണ്. വാഴയിൽ കുറുനാമ്പ് രോഗം കാണപ്പെടുന്നു. അതിന് കാരണവും വൈറസാണ്. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ്. ഈ ബ്ലൈറ്റ് രോഗത്തിന് കാരണം ബാക്ടീരിയയാണ്. ബാക്ടീരിയ ബ്ലൈറ്റ്, അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. വാട്ടരോഗം ബാധിക്കുന്നത് വഴുതനയാണ് കേട്ടോ, വഴുതന. അത് ബാക്ടീരിയ രോഗമാണ്. അടുത്തത് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ജനിതക രോഗം ഏതാണ്? അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കാരണം വരുന്ന ജനിതക രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. അടുത്ത ചോദ്യം, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസർ ഒരു ജനിതക രോഗമാണ്. അതേപോലെ പുകവലിയൊക്കെ ക്യാൻസറിന് കാരണമാകാം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ. മലമ്പനിക്ക് കാരണമാകുന്നത് പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. അങ്ങനെയെങ്കിൽ മന്തിന് കാരണമാകുന്നത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ചോദ്യം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്ന രോഗാവസ്ഥ എയ്ഡ്സ് ആണ്. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്ന രോഗാവസ്ഥ എയ്ഡ്സ്.
എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം. ഇത് ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുക. ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറയും, അതോടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും. ഇനി നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ബോർഡ് സ്ഥാപിച്ചത് 1977 HIV വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ലൂക്ക് മൊണ്ടൈനറാണ്. HIV വൈറസിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ലൂക്ക് മൊണ്ടൈനർ. HIV വൈറസാണ് എന്തിന് കാരണമാകുന്നത്? എയ്ഡ്സിന്. എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകളാണ് നേവ ടെസ്റ്റ്, എലീസ ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് തുടങ്ങിയവ. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ കാലിൽ കാണപ്പെടുന്ന അസ്ഥി. മനുഷ്യൻ്റെ കാലിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഫിബുല. തുടയെല്ലാണ് ഫീമർ. ഇനി കൈകളിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് റേഡിയസ്, അൾന തുടങ്ങിയവ. ഹ്യൂമറസ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് കാണപ്പെടുന്ന ആ ഒരു അസ്ഥിയാണ് ഹ്യൂമറസ്. കാലുകളിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഫിബുല, ടിബിയ തുടങ്ങിയവയാണ്. അടുത്ത ചോദ്യം, സൂപ്പർ ബഗ്ഗുകൾ എന്ന ബാക്ടീരിയനെ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ആനന്ദമോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ്ഗുകൾ എന്ന ബാക്ടീരിയനെ വികസിപ്പിച്ചെടുത്തത്. ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് സൂപ്പർ ബഗ്ഗുകൾ. അപ്പോൾ ഈ സൂപ്പർ ബഗ്ഗുകളെ കണ്ടെത്തിയത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയാണ്. അടുത്ത ചോദ്യം, ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസ്. ലിഗേസ് ആണ് ജനിതക പശ എന്ന് അറിയപ്പെടുന്നത്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് അലക് ജെഫ്രി ആണ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് അലക് ജെഫ്രി. അടുത്തത്, വായുവിലൂടെ പകരുന്ന രോഗമല്ലാത്തത് ഏതാണ്? എലിപ്പനി. ബാക്കിയുള്ള രോഗങ്ങൾ ജലദോഷം, ചിക്കൻ ബോക്സ്, മിസീൽസ് അഥവാ 5ാം പനി ഇവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗമാണ്. കൂടാതെ ക്ഷയം രോഗം ഇവയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗമാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത്. ജലദോഷത്തിന് കാരണമാകുന്നത് റൈനോ വൈറസ് ആണ്. റൈനോ വൈറസ്. ബാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. അടുത്ത ചോദ്യം, ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്തത്, ക്ഷയരോഗം തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. BCGയുടെ ഫുൾ ഫോം ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ എന്നാണ്. ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന ഒരു വാക്സിനാണ് BCG. അടുത്ത ചോദ്യം, പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തിന് ഉദാഹരണം? എംഫീസിമ, ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ അർബുദം ഇവയൊക്കെ പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത്, വാട്ടരോഗം ബാധിക്കുന്ന സസ്യം. വഴുതനയാണ് വാട്ടരോഗം ബാധിക്കുന്ന സസ്യം. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ അടുത്ത ഒരു ഭാഗം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് പഴയ SCRTനെ ബേസ് ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയത്. കൂടുതലും ആവർത്തിച്ച് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ SCRTയും പഴയ SCRTയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളും കൂടെ തയ്യാറാക്കാം. അത് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്